8ാം ക്ലാസ്സിൽ പ്രണയം ഉണ്ടായിരുന്നു എനിക്ക്. പ്രണയം അത് കുറേ നാളുണ്ടായിരുന്നു. എനിക്ക് പ്രണയലേഖനം കിട്ടി 8ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 9-ലായില്ല. എനിക്ക് പ്രണയലേഖനം കിട്ടി. ആ അത് അച്ഛൻ്റെ കയ്യിലാണ് പ്രേമലേഖനം കിട്ടുന്നത്. അത് ഞാൻ അവധിക്കാലല്ലേ, അപ്പം കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങി. അപ്പം അച്ഛന് പല കത്തുകളൊക്കെ വരും, നാടകത്തിൻ്റെ സുഹൃത്തുക്കളുടെ കത്തുകൾ വരില്ല. അപ്പം അച്ഛനെ എന്നെ വന്ന് വിളിച്ചു, ഡാ നിനക്ക് എന്താ ഉറക്കമാണിത്? ഒരു 8 മണിയായിട്ട് 8-9 മണിയായിട്ടുണ്ടാവും. അല്ല അപ്പം ഞാൻ എഴുന്നേറ്റ് കണ്ണൊക്കെ ഞാൻ തന്നെ എന്നാ ചോദിച്ചു. അത് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അതെ, ഒരാൾക്ക് വരുന്ന എഴുത്ത് മറ്റൊരാൾ പൊട്ടിക്കാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ അച്ഛൻ അബദ്ധം പറ്റി, നിനക്കൊരു കത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ കത്തഞ്ച് പൊട്ടിച്ചു. സോറി എന്ന് പറഞ്ഞിട്ട് ഈ കത്തെൻ്റെ തന്നു. ഞാനും വായിച്ചു. ഞാൻ വായിച്ചപ്പം അതായത് എഴുത്തത്തെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അവർക്കൊരു എഴുത്തെഴുതിയെന്നും ആ എഴുത്ത് അവളുടെ വീട്ടിൽ കിട്ടിയെന്നും അവളുടെ അമ്മാമാരൊക്കെ അവളെ എടുത്തിട്ട് അടിച്ചെന്നും, അതുകൊണ്ട് എന്തിനാണ് വില ഇനി വീട്ടിലേക്ക് എഴുത്തത് കേട്ടോ. മറ്റേ സുഹൃത്തിൻ്റെ പേരുണ്ട്, ഞങ്ങളുടെ ഒരു സുഹൃത്ത്, അവളുടെ കൊടുത്താൽ പോരെ. ഞാൻ കൊടുത്തിട്ടില്ല. സംഭവം എന്ന് വെച്ചാല് ഞങ്ങളുടെ പ്രേമം ഞങ്ങൾക്ക് മാത്രം അറിയാവണമെന്നാണ് വിചാരിച്ചത്. കുറെ പേർക്കും അറിയായിരുന്നു. ഏതോ ഒരു ദുഷ്ടൻ ഞാൻ എഴുതുന്നവൻ്റെ എഴുത്ത് അവളുടെ വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. അതാണ് എന്തൊക്കെ അനാവശ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എന്നിട്ട് അതിന്റെ മറുപടിയാണ് അവൾ എഴുതിയിരിക്കുന്നത്. ഞാനും വായിക്കാൻ ഭയങ്കര കാര്യത്തില്ല, എനിക്ക് എപ്പോഴും പ്രേമമൊന്നുമില്ല. അപ്പം അതിനകത്ത് പ്രേമം ഉണ്ടെന്ന് തന്നെ അവൾ എഴുതിയിരിക്കുന്നത്. അത് ഞാനും അതുകൊണ്ട് പക്ഷേ കാണണം എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഭയങ്കര നിലവിളിയാ. സത്യം ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്താ അമ്മ അച്ഛൻ അവിടെ പോയിട്ട് അമ്മയെ പറഞ്ഞു വിട്ടു. അമ്മയ്ക്ക് ചിരിയുണ്ട്, അമ്മയുടെ സൈഡ് കൂടി ചിരി. എന്താടാ എനിക്ക് പെണ്ണയച്ചെന്ന്. അമ്മ ഞാനിപ്പോൾ എന്താ എനിക്കറിയാൻ പെണ്ണ. ഒന്ന് അച്ഛനത് കേട്ടിട്ട് അച്ഛൻ വന്ന് അറിയാൻ പറ്റും നിനക്ക്? അറിയാൻ എനിക്കറിയാം, വീട്ടുകാരൊക്കെ പറഞ്ഞു. എൻ്റെ വീട്ടിൽ അതിൻ്റെ കുഴപ്പമില്ല. അമ്മ ഉണ്ട്, അതിൻ്റെ കരയേണ്ട കാര്യമൊന്നും. എൻ്റെ കണ്ണൊക്കെ തുടച്ചിട്ട് കവിടത്തിൽ അടിക്കുന്നത്. എന്നാൽ അച്ഛന് 12ാമത്തെ പ്രേമലേഖനം വന്നു. എനിക്കങ്ങോട്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അല്ല, എന്നോട് ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് വേണമെന്ന് പറയുന്നിടത്ത് ഞാൻ അങ്ങോട്ട് കൊത്താറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോക്കുന്ന ഇഷ്ടമല്ല. അതാണ് നമുക്ക് അത് കൃത്യം അറിയാൻ പറ്റും. അത് കൃത്യം അറിയാൻ പറ്റും. അത് എൻ്റെ ചെറുപ്പത്തിൽ അന്നത്തെ അറിവ് വെച്ച് എൻ്റെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു. നമുക്കറിയാൻ പറ്റും നമ്മളോട് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളത്. അതെല്ലാം ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഡയലോഗ് അതാണല്ലോ. വിത്തൗട്ട് എനി ഡയലോഗ് നമുക്ക് മനസ്സിലാകും. അതാണ്. അത് പിന്നെ ഒരു പ്രത്യേക ശാസ്ത്രമൊന്നുമില്ല, അത് മനുഷ്യശാസ്ത്രം അനുസരിച്ച് അങ്ങനെയാണ്. ഇങ്ങോട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട്. ഇനി അശോകൻ ചേട്ടൻ്റെ ടേണാണ്. വരും. അങ്ങോട്ടുള്ള ഇഷ്ടം ഇപ്പം വേറെ ഒന്നുമില്ല. ഇപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നല്ല പെമ്പിള്ളേരെ കാണാറുണ്ടായിരുന്നു. അവരോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നും. അത് വേറെ പക്ഷെ അത് കാര്യം കാണുന്നവരൊക്കെ ഇഷ്ടം തോന്നുന്നു. കാണാനുള്ള പെമ്പിള്ളേരോടൊക്കെ ഇഷ്ടം തോന്നും. ഞാനൊരു സത്യം പറയുന്നുള്ളൂ. പക്ഷെ കല്യാണം ഒരു പെണ്ണ് കാണൽ അതുകൊണ്ട് അവസാനിച്ചു. അതെല്ലാം കറക്റ്റായിട്ട് തന്നെ. വേറെ ഒരു പെണ്ണ് കാണുന്നു ഒന്നും പോയിട്ടില്ല. ആദ്യം കണ്ടു, അത് തന്നെ കല്യാണം ഫിക്സ് ചെയ്തു. ഞാൻ പെണ്ണുകണ്ടേ ഇല്ല. ഞാൻ പെണ്ണുകാണാൻ പോയിട്ടില്ല. അല്ല, എനിക്കറിയാവുന്ന ആളായതുകൊണ്ട് അങ്ങനെ. അല്ല, പെണ്ണ് കാണാൻ ചടങ്ങുണ്ടായിട്ടില്ല. പ്രേമമില്ലായിരുന്നു. എനിക്കറിയാം. പക്ഷെ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അടുത്തൊരു ബന്ധുവാ. ഒരു കുറെ അകന്ന അത് സത്യം എടുത്തിട്ടുണ്ട്. അവള് സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ അവളെ നല്ല തടിയാ അവളെ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അതെ. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെയാണ്. നമുക്ക് തന്നെ ഒരു അച്ഛനെ പോലെ ചേട്ടനെ പോലെ അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിലൊരു ബന്ധം കുറച്ചും കൂടി എനിക്ക് സാധാരണ എങ്ങനെ എനിക്കറിയില്ല, സാധാരണ പോലെ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ
എൻ്റെ ഇടയ്ക്കുള്ള പെരുമാറ്റമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ തോന്നിയതാണ്. അതിപ്പോ നമ്മള് ചെറുപ്പം മുതലേ കാണുന്നതും അല്ലെങ്കിൽ അങ്ങനെ എടുത്തു വളർത്തിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമൊക്കെ അങ്ങനെ വരുമോ നമുക്ക് അങ്ങനെയൊക്കെ പെട്ടെന്ന്? പിന്നെ അങ്ങനെ കല്യാണം എന്നുള്ളൊരു ബോധം എൻ്റെ കുട്ടിയാണ്, എൻ്റെ അന്നൊരു ബോധമല്ലേ. പിന്നെന്താ മറ്റേ പാട്ട് എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് പറയുന്ന പോലെ അല്ലേ. പിന്നെ അവിടെ അതിനകത്ത് പ്രണയമൊന്നോ വിവക്ഷിച്ചത് അത് ഇത്രയും പ്രണയം, അത്രയും സ്നേഹം, അത്രയും സെക്സ് അങ്ങനെയൊന്നുമില്ല. എല്ലാം കൂടെ കൂടി ഒരു ഇഷ്ടം എന്ന ഒറ്റ മലയാളത്തിൽ വാക്കത് ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. അതാണ്. ഞാൻ ഇന്നുവരെ അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതവൾ ചുമ്മാ നോക്കുമ്പോ അറിയാമല്ലോ, അതാ കാര്യം. ഐ ലവ് യു പറഞ്ഞില്ല, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, അങ്ങനെ പറയാലോ. അങ്ങനെ നമ്മളോട് പറഞ്ഞോ? ആര് പറഞ്ഞു? ഞാൻ പറയൂല ഇഷ്ടമല്ലെന്ന്. അങ്ങനെ പറയുന്ന പ്രശ്നമേ ഇല്ലല്ലോ. എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രം. എല്ലാവരുടെ അടുത്തും സ്നേഹം. അശ്വിൻ ഇങ്ങനെ നൈസായിട്ട് പോകുന്നു വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അവിടുന്ന്. പറഞ്ഞു അശ്വതി നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് അശ്വതി ഒരു അഫെയർ ഉണ്ടായി അവിടെ. അപ്പൊ അശ്വൻ വേണ്ടെന്ന് വെച്ചു. ഇതൊക്കെ നാളെ അവളെടുത്തിട്ട് അടിക്കും. അശ്വനോട് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അശ്വനോട് വേണ്ടെന്ന് വെച്ചു. അതാണ് എന്തെങ്കിലും കിട്ടാൻ നിൽക്കുക അവള്. ഓക്കെ, ഇപ്പം ഞാനേ നമ്മളെ അശ്വിൻ രക്ഷപ്പെട്ടു. പറഞ്ഞിട്ട് പോകുള്ളൂ. ഇല്ല പറഞ്ഞല്ലോ. അല്ല പറഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം നിരസിച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. എന്താ വാക്ക് പറഞ്ഞ ഒരു സിറ്റുവേഷൻ എന്റെ അടുത്ത് ഷൂട്ടിംഗ് സ്ഥലത്തെ അല്ല, പിന്നെ അവിടെ തന്നെ പിടിച്ചേക്കുന്നു. ഷൂട്ടിംഗ് സ്ഥലത്തൊന്നുമില്ല. അല്ല, ഒരു സത്യം പറയാം. അവള് പറഞ്ഞ ഡയലോഗ് നിരസിച്ചു. ആ നിരസിച്ച വാക്ക് എന്തായിരുന്നു? പോടാന്നാണോ? അതിന്റെ പോടാനും കൂടെ വാക്ക് കൊണ്ടോ? ഞാൻ അല്ലല്ല, എനിക്ക് 2 പ്ലസ് ടു ഉണ്ട്. രണ്ടാമത്തെ പ്ലസ് ടു 20ാമത്തെ വയസ്സിലാ. എന്റെ ആദ്യത്തെ പ്ലസ് ടുവിന്റെ സമയത്താ ഞാൻ പച്ച കിഴങ്ങാന്ന്. രണ്ടാമത്തെ പ്ലസ് ടു ആയപ്പോ ശരി എന്നിട്ട് മൂത്ത കിഴങ്ങായി. അപ്പൊ ആ സമയത്ത് പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് ഒരു കൊച്ചിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡയറക്റ്റ് പറഞ്ഞല്ല, ഈ എല്ലാവർക്കും ഇഷ്ടങ്ങളുണ്ട് ആ സമയത്ത്. ഫ്രണ്ട്സിനൊക്കെ ഉള്ളപ്പോ എല്ലാവർക്കും അല്ലപ്പോ അവന്മാരുടെ ഭാഗത്തുനിന്നൊരു പേഴ്സണൽ പുഷ് വന്ന് അപ്പൊ അവര് നോക്കുന്ന കുട്ടികളുടെ ഭാഗത്ത് ഇതേപോലെ ഇല്ലാത്ത ഒരാളുണ്ട്. അങ്ങനെ പറയണമെന്ന് പറഞ്ഞ് ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ പോയി ഞാൻ കരയൊക്കെ ചെയ്ത് തന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അവള് എന്നോട് പറയുന്നു, അശ്വിനെ ഞാൻ ഇത്രയും നല്ലൊരു സുഹൃത്ത് ഇങ്ങനെ പറയും അങ്ങനെയൊക്കെ ഞാൻ എന്തോ ചെയ്ത പോലെയൊക്കെ. പ്ലസ് 1 പ്രണയൊന്നും ഇല്ല അപ്പൊ. അല്ല എത്ര വയസ്സിലാ ആദ്യം പ്രണയിച്ചത്? എന്റേത് പ്രണയിച്ചിട്ട് പ്രേമലേഖനം നിനക്ക് പ്രേമലേഖനം പ്രണയിച്ചോ? അല്ല ഇങ്ങോട്ട് വന്നതോ അങ്ങോട്ട് പോയത് എങ്ങനെയാണ് പ്രണയം തോന്നിയത്? പ്ലസ് 2 ഒക്കെ ആയപ്പോഴായിരിക്കും.